നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന കേരളത്തിൽ അതിശക്തമായ ഒരു കമ്മിറ്റിയുമായി CPM പാർട്ടി സമ്മേളനം സമാപിക്കുകയാണ്. CPMന് സംസ്ഥാന സമിതിയിലേക്ക് 17 പുതുമുഖങ്ങൾ വന്നിരിക്കുന്നു. 17 പേർ ഉൾപ്പെടെ 89 പേരെയാണ് ഇന്ന് തെരഞ്ഞെടുത്തത്. EP ജയരാജനും TP രാമകൃഷ്ണനും സംസ്ഥാന കമ്മിറ്റിയിൽ തുടരുന്നു. അവർക്ക് ഈ വർഷം 75 തികയുകയാണ്. പക്ഷേ മാസങ്ങളുടെ വ്യത്യാസത്തിൽ അവർക്ക് അതിനുള്ള യോഗ്യത നഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ ഏറ്റവും തലയെടുപ്പുള്ള ഒരു നേതാവ് എന്നുള്ള നിലയിൽ P ജയരാജനെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു സംസ്ഥാന കമ്മിറ്റിയിലേക്ക്. അദ്ദേഹം സംസ്ഥാന സമിതിയിൽ എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. 5 ജില്ലാ സെക്രട്ടറിമാരെയും മന്ത്രി R ബിന്ദുവിനെയും സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. ആലപ്പുഴയിൽ നിന്ന് K പ്രസാദ്, കണ്ണൂരിൽ നിന്ന് VK സനോജ്, PR രഘുനാഥനെ കോട്ടയത്ത് നിന്നും, അതുപോലെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും DK മുരളി MLA, S ജയമോഹൻ കൊല്ലത്തു നിന്നും, വയനാട്ടിൽ നിന്ന് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള റഫീഖും, എറണാകുളത്ത് നിന്ന് M അനിൽകുമാറും, കോഴിക്കോട് നിന്ന് M മെഹബൂബിനെയും V വസീഫിനെയും, മലപ്പുറത്ത് നിന്ന് VP അനിൽ, പാലക്കാട് നിന്ന് K ശാന്തകുമാരിയെയും പുതിയ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതേസമയം പത്തനംതിട്ടയിൽ നിന്ന് ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. മന്ത്രി വീണ ജോർജിനെ ഉൾപ്പെടുത്തുമെന്ന് സൂചനയുണ്ടായിരുന്നുവെങ്കിലും സംസ്ഥാന കമ്മിറ്റിയിൽ ക്ഷണിതാവായിട്ടാണ് അവരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ജോൺ ബ്രിട്ടാസിനെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തി. അതേസമയം CPM വിഭാഗീയതയെ തുടർന്ന് സൂസൻ കോടി അതിൽ നിന്നും പുറത്തായി. കരുനാഗപ്പള്ളിയിൽ നടന്ന വലിയ വിഭാഗീയത കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണ്. അതിൽപ്പെട്ടുകൊണ്ടാണ് സൂസൻ കോടിക്ക് സ്ഥാനം നഷ്ടപ്പെട്ടത്. ശാന്തകുമാരിയും R ബിന്ദുവുമാണ് പുതിയ വനിതാ അംഗങ്ങളായി വന്നത്. അതുപോലെ ബിജു കണ്ടക്കൈ, ജോൺ ബ്രിട്ടാസ്, രാജഗോപാലൻ, റഫീഖ്, M മെഹബൂബ്, VP അനിൽ, KV അബ്ദുൽ ഖാദർ, പ്രകാശൻ മാസ്റ്റർ, VK സനോജ്, വസീഫ്, K ശാന്തകുമാരി, R ബിന്ദു, അനിൽകുമാർ, പ്രസാദ്, TR രഘുനാഥ്, ജയമോഹൻ, DK മുരളി എന്നിവരാണ് 17 പുതുമുഖങ്ങൾ. 17 അംഗ സെക്രട്ടേറിയറ്റിൽ KK ശൈലജ, MV ജയരാജൻ, CN മോഹൻ എന്നിവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ P ജയരാജനെ തഴഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി മാറിയിരിക്കുന്നത്. അതുപോലെ MB രാജേഷ്, P ജയരാജൻ, കടകംപള്ളി ഉദയഭാനു, P ശശി എന്നീ നേതാക്കൾ ഇതിലേക്കൊന്നും പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. P ജയരാജൻ എന്ന ഏറ്റവും തലയെടുപ്പുള്ള ഒരു നേതാവിനെ ഒഴിവാക്കി മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ P ശശിയെ കണ്ണൂരിൽ നിന്നും പരിഗണിച്ചാൽ ഉണ്ടാകുന്ന ഒരു അപകടം ആയിരിക്കാം 2 നേതാക്കളും പടിക്ക് പുറത്തായി. ഏതായാലും ജനാധിപത്യ രീതിയിലുള്ള ഒരു സംഘടനാ സംവിധാനം തന്നെയാണ് CPMന്റെ കരുത്ത് എന്ന് അവർ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്.